കാണിക്കാതെ ഒരു വിന്നറെ അനൗൺസ് ചെയ്തെങ്കിൽ അത് മാരാരുടെ സീസണാണ്. സീസൺ 5 ശരിക്കും കമ്പാരിറ്റീവ്ലി ഒരു വീക്ക് സീസൺ ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചുകൊണ്ട് അവർ രക്ഷപ്പെട്ട ഒരു ജീവനാണ് എൻ്റെ അനുഭവം. എനിക്ക് പേഴ്സണലായിട്ട് തന്നെയുണ്ട്. അപ്പോഴേയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്താണ് അതൊന്ന് പറഞ്ഞു തരാനൊന്നും ഒരു സ്ത്രീക്ക് ഇപ്പോൾ അഖിൽ മാരാറിൻ്റെ എൻജോയ് ചെയ്തിട്ടുള്ള പ്രസവവും പിന്നെ അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പവും അതിനെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പുള്ളിയുടെ ന്യായീകരണങ്ങളും കാണുമ്പോൾ ഈ ബിഗ് ബോസിൽ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ബിഗ് ബോസിൽ ആദ്യം നിങ്ങൾ എന്നെ എതിർത്ത് പിന്നെ എന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് പറഞ്ഞ് ആ ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും കൂടെ ആ സീസൺ 5 കീറി മുറിച്ച് അനലൈസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ റോങ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഓപ്പോസിറ്റ് നിന്നപ്പോൾ ഇപ്പോൾ ശോഭയൊക്കെ പറഞ്ഞ ചെറിയ തമാശയ്ക്ക് പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടായി. അവരെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ആക്കിയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ മധുവിനെതിരെയുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ വനിതാ സംരംഭകർക്കെതിരെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഒരുപാട് റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് മാരാർ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെയെല്ലാം മൂടി വെച്ച് അതിനെയൊന്നും ആരും സംസാരിക്കപ്പെടാതെ അങ്ങനെ ഒരുപാട് സപ്പോർട്ട് കിട്ടി. അതുമാത്രമല്ല ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡോക്ടറെയൊക്കെ പുറത്താക്കിയ രീതിയിലാണെങ്കിൽ മാരാറെ പുറത്താക്കേണ്ട രീതികൾ അതിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ പുള്ളി അസുഖമായിട്ട് പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് സപ്പോർട്ടും പിന്നെ ഒരുപാട് പേര് കണ്ണടച്ചതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് പുള്ളി വിന്നറായിരിക്കുന്നത്. അപ്പം എന്ന് വിചാരിച്ച് അങ്ങനെ വിന്നറായി എന്ന് വിചാരിച്ചുകൊണ്ട് അതിനുള്ളിൽ പറഞ്ഞ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ശരിയായിരുന്നില്ല. അപ്പം എന്നാലും പുള്ളി അത് അതിനെ ന്യായീകരിച്ച് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് പുള്ളിക്ക് നല്ല സംസാരിക്കാൻ നല്ല കഴിവുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ പുള്ളിക്ക് നല്ല കഴിവില്ലാത്ത വ്യക്തിയാണ്, നല്ല കഴിവുള്ള വ്യക്തി തന്നെയാണ്. അപ്പം ഞാനിപ്പം എന്താ പറയുക, ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഈ ഇലക്ഷൻ ടൈമിലൊക്കെ പുള്ളിയൊക്കെ ഒരുപാട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഒരുപാട് ഇങ്ങനെ അവഹേളിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചൊരു വ്യക്തിയാണ്. ആ ടൈമിൽ വീഡിയോ ചെയ്ത വ്യക്തിയാണ്. എന്തായാലും ഈ കാര്യത്തിൽ മാരാർ നല്ല രീതിയിൽ ഏറിപ്പോയിട്ടുണ്ട്. എന്നിട്ടും മാരാർക്ക് മനസ്സിലാവുന്നില്ല. മാരാർ വീണ്ടും നമ്മളിപ്പോൾ ഒരു തെറ്റ് നമുക്ക് പറ്റിയാൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം തെറ്റായിപ്പോയി എന്ന് മനസ്സിലായാൽ അതിൽ ശരിക്കും നമ്മൾ അപ്പോളജൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവണം, അല്ലേ, ഒരു സോറി, അല്ലെങ്കിൽ അല്ലാതെ അത് വളച്ചൊടിച്ച് അതിന് വീണ്ടും കിടന്ന് ന്യായീകരിച്ച് മെഴുകി റിയാക്ട് ചെയ്തവരെല്ലാം കുറ്റക്കാരാക്കി അങ്ങനെ ചെയ്യല്ലല്ലോ വേണ്ടത്. നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിപ്പോയാൽ ആ തെറ്റ് അംഗീകരിക്കുക. ആ സ്വഭാവം മാരാർക്ക് നമ്മളിപ്പം മാരാറെ കാണാൻ തുടങ്ങിയത് ബിഗ് ബോസിൽ വെച്ച് തന്നെ, ബിഗ് ബോസ് മുതൽ തന്നെ ആ സ്വഭാവം പുള്ളിക്കില്ല. പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു മെജോറിറ്റി പ്രേക്ഷകർ ഷോയിൽ നിന്നും വിട്ടുനിന്ന ഒരു സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ 5. അത് ബിഗ് ബോസ് സീസൺ 4 ഡോക്ടർ റോബിനെ പുറത്താക്കി. അതിനെ തുടർന്നുണ്ടായ കുറേ പ്രശ്നങ്ങൾ, പിന്നീട് ഡോക്ടർ റോബിനെ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് സീസൺ 5 മുന്നോടിയായിട്ട് ഡീഗ്രേഡിങ് നടന്ന കുറേ സമയങ്ങൾ. ആ ഡീഗ്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്നവർ കുറേ പേര് ആ ഷോ തന്നെ കാണില്ല എന്ന് തീരുമാനിച്ച കുറേ കാര്യങ്ങൾ. പിന്നെ മാരാറിനെ വിജയിപ്പിച്ച് വിട്ട് ഡോക്ടർ റോബിനെ കുറച്ചുകൂടി ഒരു ഡൗൺ ആക്കാനുള്ള ഒരു ശ്രമം അത് മേക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഡോക്ടർ റോബിനെ സ്വാഭാവികമായിട്ടും ആദ്യം ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും പിന്നെ ഡോക്ടർ റോബിന് എതിരാവുകയും ചെയ്തിരുന്ന യൂട്യൂബേഴ്സ് ഡോക്ടർ റോബിനോടുള്ള ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഒരു ദേഷ്യം പുള്ളിയെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിച്ച് മാരാർ ചെയ്യുന്ന തെറ്റുകളൊന്നും കാണാതെ മാരാരുടെ റോങ് സ്റ്റേറ്റ്മെൻറ്റിനെ എല്ലാം ന്യായീകരിച്ച് ശരിയാക്കി എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് വിജയിപ്പിക്കുകയും ചെയ്തതാണ് മാരാറിനെ. വീണെടുത്ത് കിടന്ന് ഉരുളാനും ആടിനെ പട്ടിയാക്കാനൊക്കെ ഉള്ള കഴിവ് മാരാർക്ക് നന്നായിട്ടുണ്ട്. കുറച്ചെങ്കിലും പിടിച്ചു നിന്ന ശോഭ ജുനൈസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിയോട് കുറച്ചെങ്കിലും എതിർക്കാൻ. അല്ലാതെ അതിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് തന്നെ പുള്ളിയെ അവിടെ വിന്നറായിട്ട് അവർ തന്നെ അങ്ങ് തീരുമാനിച്ച് പുള്ളി വിന്നറാവാനുള്ള പുള്ളിയുടെ സപ്പോർട്ട് ചെയ്ത് പുള്ളിക്ക് പുറകെ നടക്കുന്ന ഒരു രീതിയായിരുന്നു. ഓക്കെ, അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആയി പുള്ളിക്കാരെ വിന്നറായി. പുള്ളി ഇപ്പം ഞാൻ ഈ വിന്നറായ രീതിയെക്കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി എന്ത് കാര്യങ്ങൾ പറഞ്ഞ് എന്ത് റോങ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് സമൂഹത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് അതിന് റിയാക്ഷൻസ് ഉണ്ടാകുമ്പം അതിനെ ഒരുപാട് എതിർത്ത് കഴിയുമ്പോൾ പുള്ളി എപ്പോഴും ഓരോ ഷോയിൽ വിജയിച്ച് എല്ലാവരും ഷോയിൽ എന്നെ ആദ്യം ഇങ്ങനെ എതിർത്തിരുന്നു എന്നിട്ട് ഞാൻ വിന്നറായി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് പറയാറുണ്ട്.
അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു എങ്ങനെയാണ് പുള്ളി വിന്നറായെന്ന് അറിയണമല്ലോ, ആ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. അല്ലാതെ പുള്ളിയെ ഇപ്പം മോശക്കാരനാക്കാനോ പുള്ളി കഴിവില്ലാതെ വിന്നറായെന്നോ അല്ലെങ്കിൽ വിന്നർ ആവേണ്ട ആളല്ലായിരുന്നോ എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പുള്ളിക്ക് കഴിവൊക്കെ ഉണ്ട്. ആ സമയത്ത് കമൻറ്റ് ബോക്സുകളിൽ വന്ന ഒരുപാട് കമൻ്റ് ആയിരുന്നു, മൂക്കില്ല രാജ്യത്തെ മുറിമുക്ക രാജാവ് അങ്ങനെയൊക്കെ പറയും. പുള്ളി എപ്പോഴും പറയുന്നത് കേൾക്കാം, ഈ ഷോയിലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി അല്ലെങ്കിൽ ഏറ്റവും സപ്പോർട്ട് കിട്ടി വിജയിച്ച വ്യക്തിയാണ് അഖിലെന്ന്. പക്ഷെ ആ കാര്യത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം സീസൺ 5 എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ മലയാളത്തിൻ്റെ ഒരു മെജോറിറ്റി പ്രേക്ഷകർ ഷോയിൽ നിന്ന് ഷോ കാണാതെ മാറി നിന്ന് ഒരു പെർസെൻറ്റേജ് ആളുകൾ ഷോ കാണാതെ മാറി നിന്ന ഒരു ടൈമാണ്. പക്ഷെ സീസൺ 4 ഡോക്ടർ റോബിൻ കാരണം തന്നെ ഷോ ഒരുപാട് റീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിലൂടെ തന്നെ ഷോ ഒരുപാട് പേര് ശ്രദ്ധിക്കപ്പെടുകയും പിന്നെ ഒരുപാട് പുതിയ ആളുകൾ അല്ലെങ്കിൽ പുതിയ മേഖലയിലുള്ള ആളുകൾ ഷോയ്ക്ക് നല്ല റീച്ച് കിട്ടിയൊരു സീസണായിരുന്നു സീസൺ 4. ബിഗ് ബോസ് എന്ന് പറയുമ്പം എന്താണ് ബിഗ് ബോസ് എന്നും ആ ബിഗ് ബോസിന് അറിഞ്ഞുകൂടാത്തവർ പോലും അത് ശ്രദ്ധിക്കാനും അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തൊരു സീസൺ ആയിരുന്നു. സീസൺ 4 കഴിഞ്ഞ് സീസൺ 5 വന്നപ്പം അതിൻ്റെ ആ എഫക്റ്റ് അപ്പം കുറച്ച് കൂടുതൽ പുതിയ പ്രേക്ഷകർ വന്നെങ്കിൽ കൂടി ബിഗ് ബോസിൻ്റെ ഒരു മെജോറിറ്റി പ്രേക്ഷകർ ബോയ്ക്കോട്ട് ചെയ്തൊരു സീസണായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സീസണിൽ പുള്ളിക്കാരനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ബിഗ് ബോസ് സീസണുകളിൽ ഫൈനലിൽ വിന്നറെ പ്രഖ്യാപിക്കുമ്പം എത്ര വോട്ടിംഗ് കൗണ്ട് കാണിക്കാതെ ഒരു വിന്നറെ അനൗൺസ് ചെയ്തെങ്കിൽ അത് മാരാരുടെ സീസണാണ്. ഒരുപാട് ആളുകളൊന്നും അങ്ങനെ ലൈവ് കാണാൻ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ വോട്ട് ചെയ്യാനൊന്നും താല്പര്യമില്ലാതെ പോയൊരു സീസണാണ് സീസൺ 5. യൂട്യൂബേഴ്സിനൊക്കെ ആണെങ്കിൽ തന്നെ എടുത്ത് നോക്കി സീസണുകൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറവ് റീച്ച് കിട്ടിയ ഒരു സീസണാണ് സീസൺ 5. ആ സീസണിലെ വിന്നറാണ്. അപ്പോൾ അത് പുള്ളിക്കാരൻ, പക്ഷേ അത് പുള്ളിയുടെ സീസണിൽ ഏറ്റവും റീച്ച് അല്ലെങ്കിൽ ഏറ്റവും വോട്ട് കിട്ടി എന്നൊക്കെ അതുപോലെയാണ് പുള്ളി എല്ലാ കാര്യങ്ങളും. ആരാണ് ഈ നെല്ല് കുത്തിയ കഥ ആരോ ഒരാൾ പറഞ്ഞ, അല്ലെങ്കിൽ ഒരു അപ്പുറത്തെ സൈഡിൽ ഒരുപാട് പേര് പ്രസവത്തോടു കൂടി മരിച്ചു പോകുന്നു, അമ്മയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു, അമ്മയെ രക്ഷിക്കാൻ പറ്റിയില്ല, കുഞ്ഞിനെ മാത്രം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കുഞ്ഞ് നഷ്ടപ്പെട്ടു, അങ്ങനെ എത്ര കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ചികിത്സാ സംവിധാനങ്ങളും നല്ല വിദഗ്ധ ഡോക്ടർമാരും ഉണ്ടായിരുന്നില്ലെങ്കിൽ കിട്ടില്ലാതെ പോയ ഒരു കുഞ്ഞായിരുന്നേനെ ഞാൻ. ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്ത് എല്ലാം റെഡിയായിട്ടിരുന്ന അമ്മ പെട്ടെന്ന് ഏർലി ആയിട്ട് പെയിൻ ഉണ്ടാവുകയാണ് വീട്ടിൽ നിന്നുണ്ട്. അപ്പോൾ ആ ചേന കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേന കഴിച്ചതിൻ്റെ വയറുവേദനയാണെന്ന് ധരിച്ചിട്ട് ഈ പെയിൻ ആണെന്ന് മനസ്സിലായില്ല. അമ്മ മരിച്ചു പോയത് കൊണ്ട് ആ സമയത്ത് അച്ഛനും അനിയത്തിയും ഉണ്ടായിരുന്നു. അനിയത്തിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ആ പ്രസവത്തിൻ്റെ പെയിനാണ് തുടങ്ങുന്നതെന്ന് മനസ്സിലാവാതെ വയറുവേദന തുടങ്ങിയപ്പം ഹോസ്പിറ്റലിൽ പോവാതിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഡേറ്റും ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ പ്രസവം നടന്നതാണ് എൻ്റെ കാര്യം. ഒരു കൊച്ചു വെളിയിൽ വരികയും ചെയ്തു. ബാക്കി പ്ലാസിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും വെളിയിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചുകൊണ്ട് അവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ട ഒരു ജീവനാണ് എൻ്റെ എന്ന് പറയുന്നതിലുപരി എൻ്റെ അമ്മയുടെ ജീവൻ. കാരണം കുഞ്ഞ് വെളിയിൽ വന്നു ഒരു പക്ഷേ കുഞ്ഞിന് പ്രശ്നമില്ലാതെ സർവൈവ് ചെയ്തെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ എൻ്റെ അമ്മ ചിലപ്പം ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്ക് പേഴ്സണലായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഈ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്താണ് അതെന്ന് പറഞ്ഞു തരാനൊന്നും ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന പുരുഷന്മാരോട് അതെന്താണെന്ന് വിവരിച്ചു തരാനൊന്നും ഒരു സ്ത്രീക്കും കഴിയുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും കോംപ്ലിക്കേറ്റഡ് മാത്രമല്ല, അത്രയും മഹത്തരമായിട്ട്, അത്രയും ശരിക്കും ഒരു സ്ത്രീ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഈ കാര്യത്തിനൊക്കെ ഇപ്പം മാരാർ എന്ത് തമാശയായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ ഒക്കെ സംസാരിക്കുമ്പം അതിനെക്കുറിച്ചെങ്കിലൊക്കെ ഒരു ബോധം. അല്ലെങ്കിൽ തന്നെ നമ്മളൊരു കാര്യം സംസാരിക്കാൻ അതായത് തിങ്ക് ബിഫോർ സ്പീക്ക് എന്ന് പറയുന്നതല്ല, അത് നമ്മൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഒന്ന് ചിന്തിക്കുന്നത്, ആ ഒരു ചിന്തിക്കുന്ന സ്വഭാവം മാരാർക്ക് ഇല്ലാന്ന് തന്നെ പറയും. പിന്നെ മാരാർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ ഒരു വനിതാ ഡോക്ടറൊക്കെ കേസിന് പോയി എന്നൊക്കെ പറയുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയത്തില്ല. സ്വാഭാവികമായിട്ടും ഈ മാരാർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശുദ്ധ മണ്ടത്തരെന്നും ശരിക്കും പറഞ്ഞാൽ പോക്രിത്തരെന്നും പറയാൻ പറ്റിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാനും ഒരു അമ്മയാണ്,
ഈ സ്ത്രീകൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് മാരാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയും എന്നിട്ടും മനസ്സിലാവാതെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒന്നും പറയാനില്ല. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.